Dear students, yesterday we had studied the concept of minor of an element, and today we are going to discuss about cofactor of an element of a matrix. What is cofactor of an element, or how can we compute the cofactor value of an element of a matrix? Cofactor of an element is obtained by multiplying the minor of that element with -1 raised to I plus j, where I is the row number and j is the column number of that element. എന്താണ് ഒരു മെട്രിക്സിനുള്ള എലിമെന്റിന്റെ കോഫാക്ടർ? കോഫാക്ടർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെട്രിക്സിലുള്ള ഓരോ എലിമെന്റിനും കോഫാക്ടർ വാല്യൂ ഉണ്ട്. ആ ഓരോ എലിമെന്റിന്റെയും കോഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? ഒന്ന്, ആ എലിമെന്റിന്റെ മൈനർ എന്താണെന്ന് അറിയണം. മൈനർ വാല്യൂ കണ്ടുപിടിക്കണം. ആ എലിമെന്റിന്റെ റോ നമ്പർ, ആ എലിമെന്റിന്റെ കോളം നമ്പർ. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. എന്തൊക്കെയാണ് ഒരു എലിമെന്റിന്റെ കോഫാക്ടർ വാല്യൂ കാണണമെങ്കിൽ അറിയേണ്ടത്? ആ എലിമെന്റിന്റെ റോ നമ്പർ എന്താണ്, ആ എലിമെന്റിന്റെ കോളം നമ്പർ എന്താണ്, അതേപോലെ ആ എലിമെന്റിന്റെ മൈനർ വാല്യൂ, മൈനറിന്റെ വാല്യൂ എന്താണ് എന്നറിയണം. അപ്പോൾ എങ്ങനെയാണ് ഈ മൂന്ന് കോമ്പോണന്റ് ഉപയോഗിച്ച് കോഫാക്ടർ കണ്ടുപിടിക്കുന്നത്? ഒന്നുമില്ല, ഒരു എലിമെന്റിന്റെ കോഫാക്ടർ ഈസ് ഈക്വൽ ടു ആ എലിമെന്റിന്റെ മൈനർ ഇൻറ്റു -1 റേസ് ടു I plus j. ഇതാണ് ഫോർമുല. ഓക്കെ, എന്താണ് -1 റേസ് ടു I plus j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ നോക്കൂ, കോഫാക്ടർ ഓഫ് എൻ എലിമെന്റ് 11 എന്നാണ് ഇത് വായിക്കുക. ഇതെന്താ വായിക്കുക? C11 എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഓഫ് ദി എലിമെന്റ് 11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിലുള്ള എലിമെന്റിന്റെ കോഫാക്ടർ എന്നർത്ഥം. ഈസ് ഈക്വൽ ടു, ഇതെന്താണ്? M11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിലുള്ള എലിമെന്റിന്റെ മൈനർ ഇൻറ്റു -1 റേസ് ടു 1 plus 1. 1 plus 1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 റോയുടെ നമ്പറാണ്, രണ്ടാമത്തെ 1 കോളം നമ്പറാണ്. ഇവിടെ 1 ആണ് ഇവിടെ ടോട്ടൽ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ -1 റേസ് ടു 11 എന്ന് പറയുമ്പോൾ 1 plus 1 എന്ന് പറയുമ്പോൾ -1 റേസ് ടു സ്ക്വയർ ആകും. അപ്പോൾ ഇത് -1 ഇൻറ്റു -1 പ്ലസ് 1 ആകും. ആ 1നെ മൈനർ ഓഫ് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനർ ഓഫ് 11 തന്നെയാണ് വരിക. അപ്പോൾ കോഫാക്ടറും മൈനറും സെയിം ആയിരിക്കും ഇവിടെ. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, കോഫാക്ടർ ഓഫ് ദി എലിമെന്റ് 31 ഈസ് ഈക്വൽ ടു -1 റേസ് ടു 3 plus 1 റോ നമ്പർ പ്ലസ് കോളം നമ്പർ ഇൻറ്റു മൈനർ ഓഫ് എലിമെന്റ് 31. അപ്പോൾ ഇവിടെയും -1 റേസ് ടു 4 ആണ് വരുന്നത്. ഈവൺ നമ്പർ ആയതുകൊണ്ട് -1 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +1 ആയി മാറും. അപ്പോൾ 1 ഇൻറ്റു മൈനർ ഓഫ് 31 എന്ന് പറഞ്ഞാൽ മൈനർ ഓഫ് 31 M31 തന്നെ കിട്ടും. ഓക്കെ, എന്നാൽ അടുത്ത കേസ് നോക്കൂ, കോഫാക്ടർ ഓഫ് ദി എലിമെന്റ് 23 ഈസ് ഈക്വൽ ടു -1 റേസ് ടു 2 plus 3 എന്ന് പറഞ്ഞാൽ -1 റേസ് ടു 5. ഇവിടെ ഓഡ് നമ്പറാണ് കിട്ടുന്നത്, പവർ ഓഡാണ്, 5 ആണ് വരുന്നത്. അപ്പോൾ ഓഡ് നമ്പർ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -1 തന്നെയാണ് കിട്ടുക. -1 ഇൻറ്റു മൈനർ ഓഫ് 23, അപ്പോൾ -M23 കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് കോഫാക്ടർ വാല്യൂ കണ്ടുപിടിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A ഈക്വൽ ടു മെട്രിക്സ് A ഈക്വൽ ടു മെട്രിക്സ് 1 2 9 6 -3 5 4 7 8. ഓക്കെ, ഫൈൻഡ് ദി കോഫാക്ടർ ഓഫ് 5. 5 എന്ന എലിമെന്റിന്റെ കോഫാക്ടർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 5 എവിടെയാണ്? ഇതാണ് 5. ഇതിന്റെ പൊസിഷൻ എന്താണ്? സെക്കൻഡ് റോയിൽ തേർഡ് കോളത്തിലാണ്. അപ്പോൾ ഈ എലിമെന്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് A23 ആണ്, അതായത് സെക്കൻഡ് റോയിൽ തേർഡ് കോളത്തിൽ A23. A23യുടെ കോഫാക്ടർ, അപ്പോൾ C23, കോഫാക്ടർ ഓഫ് A23 ഈസ് ഈക്വൽ ടു -1 റേസ് ടു 2 plus 3 ഇൻറ്റു മൈനർ ഓഫ് 23. ഓക്കെ, അപ്പോൾ നോക്കൂ, -1 റേസ് ടു 2 plus 3 ഇൻറ്റു മൈനർ ഓഫ് 23. മൈനർ ഓഫ് 23 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മൈനർ ഓഫ് 23
നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ മൈനർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞതാണ്. മൈനർ ഓഫ് 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 3 ഇതാണ് 5ന്റെ മൈനർ എന്ന് പറയുമ്പോൾ ഈ റോ ഒഴിവാക്കുക, ഈ കോളം ഒഴിവാക്കുക, ബാക്കിയുള്ള വാല്യൂ 1 2 4 7 1 2 4 7ന്റെ ഡിറ്റർമിനന്റ് വാല്യൂവിനെയാണ് മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ C23 ഈസ് ഈക്വൽ ടു -1 raised to 2 plus 3 into determinant of 1 2 4 7. ഓക്കെ, അപ്പോൾ -1 whole raised to 5 into determinant value 1 into 7 minus 2 into 4. ഓക്കെ, അപ്പോൾ -1 into 8 minus 7 minus 8 equal to -1 into -1 equal to 1 എന്ന് കിട്ടും. അപ്പോൾ കോഫാക്ടർ ഓഫ് 5 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, യെസ്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? if A equal to matrix 3 4 7 minus 2 5 6 7 3 minus 9, find cofactor of elements 5 and minus 9. 5ന്റെയും -9ന്റെയും കോഫാക്ടർ ആണ് കാണേണ്ടത്. 5 എവിടെ? ഇതാണ് 5. 5 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏതാ എലിമെന്റ്? A22 ആണ്, സെക്കൻഡ് റോ ആണ്, സെക്കൻഡ് കോളം A22. ഓക്കെ, A22 ആണ് ആ എലിമെന്റിന്റെ പൊസിഷൻ. അപ്പോൾ A22ന്റെ കോഫാക്ടർ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ C22 എന്ന് പറയും. C22 ഈസ് ഈക്വൽ ടു -1 raised to 2 plus 2 into determinant 3 7 7 minus 9. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ 5ന്റെ മൈനർ എന്ന് പറഞ്ഞാൽ ഈ കോളവും റോയും ഒഴിവാക്കിയാൽ 3 7 7 minus 9. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താ വരും? -76 വരും. മറ്റൊരു ക്വസ്റ്റ്യൻ, അതോടൊപ്പമുള്ള നമുക്ക് കോഫാക്ടർ കണ്ടുപിടിക്കേണ്ട -9ൻ്റെതാണ്. -9 ഇതാണ്. ഇതേതാണ്? ഇതിൻ്റെ പൊസിഷൻ എന്താണ്? തേർഡ് റോ തേർഡ് കോളം A33 എന്ന് പറയും. A33യുടെ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ C33 ഈസ് ഈക്വൽ ടു -1 whole raised to 3 plus 3 into ഈ 9 ഉൾക്കൊള്ളുന്ന കോളവും റോയും ഒഴിവാക്കി കഴിഞ്ഞാൽ 3 4 minus 2 5 3 4 minus 2 5 ഇതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ. അപ്പോൾ ആൻസർ 23 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ കോഫാക്ടർ എന്താണെന്ന് നന്നായി മനസ്സിലായല്ലോ. ഇനി കോഫാക്ടർ എന്ന ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് കോഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? Computation of determinant of a matrix in terms of cofactor. Determinant of a matrix is equal to, determinant എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ പഠിച്ചു. സെക്കൻഡ് ഓർഡർ മെട്രിക്സ് ആയാലും തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് ആയാലും ഫോർത്ത് ഓർഡർ ആയാലും ഒക്കെ അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ആ ഡിറ്റർമിനന്റ് വാല്യൂ കോഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. Determinant of a matrix is equal to എങ്ങനെയാണ്? A11 into C11 plus A12 into C12 plus A13 into C13 plus etc etc അങ്ങനെ പോകുന്നു. അതായത് ഫസ്റ്റ് റോയുമായി ബന്ധപ്പെട്ടുള്ളത് മുഴുവനായിട്ടും വരുന്നു. അങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതാണ്. അപ്പോൾ ആ ഓരോ ഫസ്റ്റ് റോയിലുള്ള ഒന്നാമത്തെ എലിമെന്റിനെ ആ എലിമെന്റിന്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് റോയിലുള്ള രണ്ടാമത്തെ എലിമെന്റിനെ അതിന്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് റോയിലുള്ള മൂന്നാമത്തെ എലിമെന്റിനെ അതിന്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതെല്ലാം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. A equal to matrix 5 7 2 2 3 1 4 6 2. Find cofactor of elements 5 7 2. Also find the determinant of A in terms of cofactor. അപ്പോൾ ഇവിടെ 5 7 2 ഇവ ഓരോന്നിൻ്റെയും കോഫാക്ടർ കാണും. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അതായത് A11 എന്ന് പറയും. കോഫാക്ടർ ഓഫ് 5 C11 ഈസ് ഈക്വൽ ടു -1 raised to 1 plus 1 into ഇത് ഒഴിവാക്കി ഈ കോളവും റോയും ഒഴിവായാൽ 3162 3162ന്റെ ഡിറ്റർമിനന്റ്. അപ്പോൾ എത്രയാണ് വരുന്ന? കോഫാക്ടർ 0 ആണ് വരുന്നത്. ഇനി കോഫാക്ടർ ഓഫ് 7 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതും 0 ആണ് വരുന്നത്.
കോഫാക്ടർ ഓഫ് 2 കണ്ടുപിടിച്ചാൽ അതും 0 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 വാല്യൂവിൻ്റെയും കോഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കാനും പറയാം. ഫൈൻഡ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻ ടേംസ് ഓഫ് കോഫാക്ടർ. എയുടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഡിറ്റർമിനൻ്റ് is equal to a11 c11 plus a12 c12 plus a13 c13. a11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലിമെന്റ് 5 ഇൻറ്റു c11 എന്ന് പറഞ്ഞാൽ 0 5 ഇൻറ്റു 0 പ്ലസ് a12 ഇൻറ്റു a12 എത്രയാണ് 7 ഇൻറ്റു c12 0 തന്നെയാണ് 7 ഇൻറ്റു 0 പ്ലസ് a13 2 ആണ് c13 0 ആണ് 2 ഇൻറ്റു 0 അപ്പോൾ 0 ആണ്. ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആണ്. എ എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നമ്മൾ വേറെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാലും ഡിറ്റർമിനൻ്റ് വാല്യൂ 0 തന്നെയായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 3 2 3 8 2 1 0 1 3 2 find c11 c12 c13 and determinant a. ഓക്കെ, അപ്പോൾ ഇവിടെ c11 c12 c13 എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഓഫ് a11 കോഫാക്ടർ ഓഫ് a12 കോഫാക്ടർ ഓഫ് a13 ആണ്. അപ്പോൾ c11 വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും. c12 കണ്ടുപിടിച്ചാൽ -4 കിട്ടും. c13 കണ്ടുപിടിച്ചാൽ 5 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ 3 കോഫാക്ടർ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു a11 ഇൻറ്റു c11 പ്ലസ് a12 ഇൻറ്റു c12 പ്ലസ് a13 ഇൻറ്റു c13 ആണ്. അപ്പോൾ ഇവിടെ a11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലിമെൻറ്റ് 3 ഇൻറ്റു c11 2 ആണ് 3 ഇൻറ്റു 2 പ്ലസ് a12 എന്ന് പറഞ്ഞാൽ 2 ആണ് 2 ഇൻറ്റു -4 പ്ലസ് ഇവിടെ 8 ഇൻറ്റു 5. ഓക്കെ, അപ്പോൾ 38 ആണ് ഡിറ്റർമിനൻ്റ് എ. ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു 38 കിട്ടി. ഓക്കെ, ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ആ രീതിയിലും ഒന്നുകൂടെ ചെയ്തിരിക്കും. ഓർ ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു 3 ഇൻറ്റു ഈ റോയും കോളും ഒഴികെയുള്ള ഭാഗം 1032 അതിൻ്റെ ഡിറ്റർമിനൻ്റ് മൈനസ് 2 ഇൻറ്റു ഈ കോളും റോയും ഒഴിവാക്കിയ 2012 ഡിറ്റർമിനൻ്റ് ഓഫ് 2012 പ്ലസ് 8 ഇൻറ്റു ഈ കോളും റോയും ഒഴിവാക്കിയ 2113യുടെ ഡിറ്റർമിനൻ്റ്. ഓക്കെ, വാല്യൂ 38 തന്നെയാണ്. ഈ 38 തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോഫാക്ടർ എന്ന ആ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുകയാണ്. ബാക്കി കോഫാക്ടർ ഉപയോഗിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കോഫാക്ടർ നന്നായിട്ട് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.